അക്കൗണ്ടിംഗ് എന്ന ഭാഗത്തിൻ്റെ 10ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. ഒരു 41 വർഷത്തിലേറെ അക്കൗണ്ടിംഗ് പഠിപ്പിക്കുന്ന വലിയ സമ്പത്ത് എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ +1 കുട്ടികളെ പ്രത്യേകിച്ച് ഉദ്ദേശിച്ചുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസിനുള്ള ബാലൻസ് ഷീറ്റ് എങ്ങനെ വരയ്ക്കാം, എന്താണ് അതിൻ്റെ ഉദ്ദേശം, എന്തിനു വേണ്ടിയാണ് തന്നിരിക്കുന്ന ട്രയൽ ബാലൻസിൽ നിന്ന് റവന്യൂ റെസീപ്റ്റ്സും റവന്യൂ എക്സ്പെൻഡിച്ചറും എടുത്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇത് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു വർഷം വ്യാപാരം നടത്തിയതിൻ്റെ ഫലം എന്താണ്, ലാഭമാണോ നഷ്ടമാണോ, തുടർന്ന് ഈ വ്യാപാരം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി, ലാഭനഷ്ടം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി, വർക്കിംഗ് റിസൾട്ട് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ്. അതേ തുടർന്ന് ക്യാപിറ്റൽ റെസീപ്റ്റ്സും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉൾപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക നില മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ട്രേഡർ, കച്ചവടക്കാരൻ, ബിസിനസ്മാൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ വരുന്ന പൊതുവായ ഐറ്റത്തെ പറ്റി ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് പ്രതിപാദിച്ചിരുന്നു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രത്യേക ദിവസത്തെയാണ്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റ് കിട്ടി കൊടുക്കും ആസ് ഓൺ 31 ഡിസംബർ 2020 അല്ലെ 24 എന്താണ് എഴുതുക. ബാലൻസ് ഷീറ്റിന് ലയബിലിറ്റി സൈഡുണ്ട്, അസറ്റ് സൈഡുണ്ട്. അപ്പോൾ ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്, 4 രൂപ. ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ്സ് എമൗണ്ട്. ലയബിലിറ്റി സൈഡ് ഫസ്റ്റ് ഐറ്റം ക്യാപിറ്റൽ, then add ലെസ് ഡ്രോയിങ്സ്. ഇതാണ് പ്രധാനപ്പെട്ട ഐറ്റം. അതിനുശേഷം നോൺ കറണ്ട് ലയബിലിറ്റീസായ ലോണ്, ഡിബെഞ്ചേഴ്സ്, മോർഗേജ് തുടങ്ങിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ എഴുതാം. പിന്നെ കറണ്ട് ലയബിലിറ്റീസ് സച്ച് ആസ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഡിവിഡൻഡ് പേയബിൾ, ടാക്സ് പേയബിൾ തുടങ്ങിയവ. അസറ്റ് സൈഡിലെ ഫിക്സഡ് അസറ്റ്, ദൈനംദിന മാറ്റത്തിന് വിധേയമല്ലാത്ത സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിക്സഡ് അസറ്റുകളായ ലാൻഡ്, ബിൽഡിങ്, മെഷീനറി, ഫർണിച്ചർ. അതേ തുടർന്ന് കറണ്ട് അസറ്റ്സ്, എപ്പോൾ വേണമെങ്കിലും ക്യാഷാക്കി മാറ്റാൻ പറ്റുന്ന, ഈസിലി കൺവേർട്ടഡ് ടു ക്യാഷ് ആയ, കൺവേർട്ടഡ് ടു ക്യാഷ് വിതിനെ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ, അതിനെയാണ് കറണ്ട് അസറ്റ് വിളിക്കുക. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ബാങ്ക്, സൺട്രി ഡെറ്റേഴ്സ്, ബിൽസ്, റിസീവബിൾ, ക്ലോസിംഗ് സ്റ്റോക്ക് തുടങ്ങിയ കറണ്ട് അസറ്റ്സ്. ബാലൻസ് ഷീറ്റ് 31 ഡിസംബറിൽ ബാലൻസ് ഷീറ്റ് തുല്യമായിട്ട് കാണാം. ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും വരച്ചു, ബാലൻസ് ഷീറ്റും വരച്ചതിന് ശേഷം ചില ചെലവുകളും വരവുകളും കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണപ്പെടും. അതിനെ പൊതുവായിട്ട് വിളിക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ. സാധാരണഗതിയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ ഓരോ മാസത്തെ സാലറി കൊടുക്കുന്നത് അടുത്ത മാസം 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി. ഡിസംബറിലെ ശമ്പളം കൊടുക്കുന്നത് ജനുവരി 1-ാം തീയതി 2-ാം തീയതി. അപ്പോൾ നമ്മൾ എഴുതുന്ന ജേണലിനകത്തോ ലെഡ്ജറിനകത്തോ ഡിസംബറിലെ സാലറി കൊടുത്തതായിട്ട് കാണില്ല. അപ്പോൾ ഡിസംബറിലെ ഒരു മാസത്തെ സാലറി ജനുവരി കൊടുക്കുമ്പോൾ
നമ്മൾ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിസംബർ മാസത്തെ ചെലവുകൾ വരുമ്പോൾ സമയത്ത് ഡിസംബറിലെ സാലറി കൂടി ഉൾപ്പെടുത്തും. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കാറ്റഗറി. അതായത് ഈ എക്സ്പെൻസസ് കൊടുക്കേണ്ട സമയമായി കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അത് സാലറി ആകാം, റെൻ്റ് ആകാം, വേജസ് ആകാം, ഏത് ചെലവുകളും കൊടുക്കാനുണ്ടെങ്കിൽ അതിനെ കൂടി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബാലൻസ് ഷീറ്റിലും ഉൾപ്പെടുത്തണം. അതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ 11 മാസത്തെ സാലറി കൊടുത്തതായിട്ട് ട്രയൽ ബാലൻസിൽ കാണുകയും 1 മാസത്തെ സാലറി കൊടുക്കാനുണ്ടെന്ന് പറയുകയും 12 മാസത്തെ സാലറി കഴിഞ്ഞിട്ട് യഥാർത്ഥ പ്രോഫിറ്റ് നമ്മൾ കാണണമെങ്കിൽ ഈ 1 മാസത്തെ സാലറി കൂടി കൂട്ടണം. എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പർട്ടിക്കുലർ എക്സ്പെൻസിനോടുകൂടി കൂട്ടുകയും ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ എഴുതുകയും വേണം. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഷുഡ് ബി ആഡഡ് ടു ദാറ്റ് പർട്ടിക്കുലർ എക്സ്പെൻസസ് ആൻഡ് ആൾസോ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇൻ ഷോർട്ട്, ചുരുക്കത്തിൽ പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന ഐറ്റത്തിന് എല്ലാത്തിനും 2 എഫക്റ്റ് ഉണ്ട്. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും പറയണം, ബാലൻസ് ഷീറ്റിലും. അപ്പോൾ അതിലൊരെണ്ണമാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. രണ്ടാമത്തെ ഐറ്റമാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. 31 ഡിസംബറിന് ഗോഡൌണിൽ കയറി മിച്ചമുള്ള സാധനങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി വിലയിട്ടെടുക്കുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതിനും ലെഡ്ജർ അക്കൗണ്ടിൽ യാതൊരുവിധ സ്ഥാനവും ഉണ്ടാവില്ല സാധാരണ രീതിയിൽ. അപ്പോൾ ആ ക്ലോസിംഗ് സ്റ്റോക്കിനെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അതും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പരിധിയിലാണ് വരിക. ട്രയൽ ബാലൻസിന് താഴെ പ്രത്യേകം കൊടുക്കുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എഴുതുക. 2 ട്രീറ്റ്മെൻറ്റ് വരും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും 2 ട്രീറ്റ്മെൻറ്റ് വരും. ക്ലോസിംഗ് സ്റ്റോക്ക് ഷുഡ് ബി ഷോൺ ഓൺ ദ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദ ട്രയൽ ബാലൻസ് ആൻഡ് ആൾസോ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ആദ്യം ഒന്ന് ഞാൻ പറഞ്ഞു, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ദാറ്റ് ഈസ് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദാറ്റ് പർട്ടിക്കുലർ എക്സ്പെൻസ് ആൻഡ് ആൾസോ ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഇനി മൂന്നാമത്തത് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് മീൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കൊടുക്കും. കാലാവധിയാകുന്നതിന് മുമ്പ് മുൻകൂട്ടി കൊടുക്കും. ഇത് സാധാരണ റെൻ്റ്, ഇൻഷുറൻസ് പ്രീമിയം ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1 വർഷത്തെ, ഇപ്പോൾ ഡിസംബറിൽ അല്ലെങ്കിൽ നവംബറിലൊക്കെയാണ് ചേർന്നതിന് മുമ്പ് 1 വർഷത്തെ പ്രീമിയം മുൻകൂട്ടിയാണ്, അല്ലെങ്കിൽ ജൂലൈയിൽ ചേർന്ന 1 വർഷത്തെ പ്രീമിയം അടയ്ക്കുകയാണ്, അല്ലെങ്കിൽ 1 വർഷത്തെ റെൻ്റായിരിക്കും കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരു ഭാഗം അടുത്ത വർഷത്തേക്കുള്ളതാണ്. അതിനെയാണ് പ്രീ പെയ്ഡ്, മുൻകൂട്ടി കൊടുത്തത്. ഇത് ഈ വർഷത്തെ അല്ലാത്തതുകൊണ്ട് ഈ വർഷം തന്നിരിക്കുന്ന ഇൻഷുറൻസിൽ നിന്നാണെങ്കിലും റെൻറ്റിൽ നിന്നാണെങ്കിലും ഈ പർട്ടിക്കുലർ എമൗണ്ടിനെ ഒഴിവാക്കുന്നു. എന്നിട്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ ഉണ്ട്. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് മീൻസ് എക്സ്പെൻസസ് പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അർത്ഥ വ്യത്യാസം. Prepaid means expenses paid but not due. It should be deducted from the particular expense. Trading and profit and loss account debit side ഇരുന്ന ഇൻഷുറൻസ്, റെൻ്റ് തുടങ്ങിയ ചെലവിൽ നിന്നും പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക. എന്നിട്ട് അത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. അപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് മീൻസ് എക്സ്പെൻസസ് പെയ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. It should be deducted from the particular expenses and also shown on the asset side of the balance sheet. 3 എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. 4ാമത്തത് അക്രൂഡ് ഇൻകം. ഇൻകം ഡ്യൂ ബട്ട് നോട്ട് റിസീവ്. കിട്ടേണ്ട സമയമായി കിട്ടിയിട്ടില്ല, കിട്ടാനുണ്ട്. ദാറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഇങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദാറ്റ് പർട്ടിക്കുലർ ഇൻകം ആൻഡ് ആൾസോ ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. അക്രൂഡ് റെൻ്റ് ഉണ്ടാകാം, അക്രൂഡ് ഇൻട്രസ്റ്റ് ഉണ്ടാകാം, അക്രൂഡ് ഡിവിഡൻഡ് ഏതാണെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അതിനെ പർട്ടിക്കുലർ ഇൻകത്തോടുകൂടി കൂട്ടുക, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ. 5ാമത്തത് അൺഎയ്ഡ് ഇൻകം. ഇൻകം റിസീവ്ഡ് ബട്ട് നോട്ട് ഡ്യൂ. അർത്ഥ വ്യത്യാസം നോക്കണം. കിട്ടി, കാലാവധിയായിരിക്കും. ഇത് പർട്ടിക്കുലർ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലേക്ക്.
അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്, കാലാവധിയായി കൊടുത്തിട്ടില്ല. പ്രീപെയ്ഡ് മീൻസ് കൊടുത്തു കാലാവധിയായില്ല. അക്രൂഡ് മീൻസ് കാലാവധിയായി കിട്ടിയിട്ടില്ല. അൺഎയ്ഡ് മീൻസ് കിട്ടി കാലാവധിയായി. ഇതിൽ ഔട്ട്സ്റ്റാൻഡിങ്ങും അൺഎയ്ഡ് ലയബിലിറ്റിയും പ്രീപെയ്ഡും അക്രൂഡും അസറ്റും ആകും. അപ്പോൾ 5 അഡ്ജസ്റ്റ്മെൻറ്റ്: ക്ലോസിംഗ് സ്റ്റോക്ക്, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അൺഎയ്ഡ്. ഏറ്റവും പ്രധാനപ്പെട്ട 5 അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത് പ്ലസ് 1 ഡിഗ്രിയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൊക്കെ ചോദിക്കാറുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഓർമ്മയിൽ സൂക്ഷിക്കുക. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ട്രയൽ ബാലൻസിന് ശേഷമാണ് അഡ്ജസ്റ്റ്മെൻറ്റ് തരിക. ഇതിനെ കൂടി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഉൾപ്പെടുത്തേണ്ടത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു. ക്ലാസ് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.